ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 1ാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം 2ാമത്തെ പാർട്ട് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അഭിപ്രായങ്ങൾ കമൻറ്റുകൾ എന്തായാലും തന്നെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആക്കാതെ ക്ലാസ്സിലേക്ക് കടക്കാം. സമ്പത്തും ലോകവും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ തുടങ്ങുന്നത് കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലക്കിടക്കപ്പെട്ട ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന മുഖഭാവമുള്ള ഒട്ടേറെ കറുത്ത വർഗ്ഗക്കാരെയാണ്. ഡെക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ മൂക്കിൽ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷഗന്ധം അടിച്ചു കയറി. തന്മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിക്കാൻ ആശിച്ചു പോയ എന്നെ ഒരു വെള്ളക്കാരൻ മലർത്തിക്കിടത്തി കാലുകൾ ബന്ധിച്ചു. മറ്റൊരാൾ എന്നെ ഭീകരമായി ചാട്ടയടിച്ചു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുമിച്ച് വിലങ്ങ് വയ്ക്കപ്പെട്ട 2 പേർ ഈ ദുരിത ജീവിതത്തേക്കാൾ മരണം തിരഞ്ഞെടുത്ത് കടലിലേക്ക് എടുത്തു ചാടി. രോഗം മൂലം ചങ്ങലയില്ലാതിരുന്ന മറ്റൊരാൾ പിന്നാലെ ചാടി. അവരെ അനുഗമിക്കാൻ ആശിച്ച ഒട്ടേറെ പേർക്ക് അതിന് കഴിയാതിരുന്നത് കപ്പൽ അധികാരികൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ 2 പേർ മുങ്ങി മരിച്ചു. മൂന്നാമനെ പിടികൂടിയ അധികാരികൾ മരണം ആശിച്ചതിൻ്റെ പേരിൽ അവനെ ചാട്ടയടിക്ക് വിധേയനാക്കി. അപ്പം ഇത് നമ്മൾ വായിച്ചത് എന്താ? യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട അലൗദ ഇക്കിയാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരണമാണ് നിങ്ങൾ വായിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആഫ്രിക്കൻ സ്വദേശി, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അലൗദ ഇക്കിയാനോ. അദ്ദേഹത്തിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. യൂറോപ്യരുടെ കോളനിവൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച അനന്തരഫലങ്ങളിൽ ഒന്നാണ് ആഫ്രിക്കയിലെ അടിമത്തവും അടിമ വ്യാപാരവും. അപ്പോൾ ആഫ്രിക്കയിലെ അടിമത്തം അല്ലെങ്കിൽ അവിടുത്തെ അടിമ വ്യാപാരം എന്ന് പറയുന്നത് എന്തിൻ്റെ അനന്തരഫലമാണ്? നമ്മുടെ യൂറോപ്യൻ കോളനിവൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച ആ ഒരു അനന്തരഫലങ്ങളിലൊന്നാണ് ഈ കണ്ട ആഫ്രിക്കയിലെ അടിമത്തവും അടിമ വ്യാപാരവും എന്ന് പറയുന്നത്. ഇനി ഈ കോളനിവൽക്കരണത്തിൻ്റെ മറ്റ് ഫലങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് നോക്കാം. കോളനിവൽക്കരണത്തിൻ്റെ മറ്റ് ഫലങ്ങൾ എന്തെല്ലാം, അപ്പോൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അതിലൊന്നാമത്തേത്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്തൊഴുകി. അപ്പോൾ എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്തൊഴുകി. തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്ക് മേലെയുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ തദ്ദേശീയരായവർക്ക് എന്ത് ചെയ്തു? അവരുടെ പ്രദേശങ്ങളിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരം നഷ്ടമായി. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. അപ്പോൾ കോളനികളിലെ സംസ്കാരങ്ങൾ എന്ത് ചെയ്തു? തദ്ദേശീയമായ സംസ്കാരങ്ങൾ തകർന്നു. കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനം ഉണ്ടായി. അപ്പോൾ അവിടെ എന്താണ്? പാശ്ചാത്യ ജീവിത രീതികൾ വ്യാപിച്ചു. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കോളനിവൽക്കരണത്തിൻ്റെ അനന്തര ഫലങ്ങളെന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറയുന്നത് പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ എന്നതാണ്. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതുറന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ. വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങളിലൂടെ വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി അല്ലേ? വ്യാപാര രംഗത്തൊക്കെ നേരത്തെ മുതൽ ആദ്യം മുതലേ വ്യാപാരികളായിരുന്നവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തു? അതിസമ്പന്നരായി മാറി. ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ അതിസമ്പന്നർ അറിയപ്പെട്ടിരുന്നത് എന്താണ്? കച്ചവട മുതലാളികൾ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം എന്നും വിളിക്കുന്നു. അപ്പം ഇങ്ങനെ വ്യാപാരത്തിലൂടെ അതിസമ്പന്നരായവർ കച്ചവട മുതലാളിമാർ എന്നറിയപ്പെട്ടു. അങ്ങനെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെട്ടതാണ് കച്ചവട മുതലാളിത്തം അല്ലെങ്കിൽ മെർക്കന്റ് ക്യാപിറ്റലിസം എന്നാണ് അറിയപ്പെട്ടത്.
കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് എങ്ങനെയാണ്? ഈ കച്ചവട മുതലാളിമാർ എന്ത് ചെയ്തു? ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്തു. അവരെന്ത് ചെയ്തു? കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തുകയും ചെയ്തിരുന്നു. കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ കച്ചവട മുതലാളിമാർ പിന്നീട് ഈ കൈത്തൊഴിലുകാർക്ക് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയല്ലോ, അതിന് അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രതിഫലം നൽകി മറ്റുള്ളത് വിറ്റഴിച്ച് അതിനുള്ള ലാഭം ആര് നേടി? ഈ കച്ചവട മുതലാളിമാർ നേടിയെടുത്തു. ഇത്തരത്തിൽ ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായി കച്ചവട മുതലാളിമാർ മാറി. അപ്പോൾ കച്ചവട മുതലാളിമാർ ആരായി? ഈ ഒരു ഇടനിലക്കാർ എന്ന രീതിയിൽ അവർ കച്ചവട മുതലാളിമാരായി മാറി. അവരുടെ ലക്ഷ്യം എന്താണ്? ഈ ഒരു ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ലാഭം നേടുക. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികൾ ആരായിട്ട് മാറിയത്? ഈ കച്ചവട മുതലാളിമാർ മാറിയത്. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായശാലകൾ ആരംഭിച്ച കാര്യം നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. അപ്പോൾ കോളനിവൽക്കരണം വന്നപ്പോൾ എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് വ്യവസായശാലകൾ ആരംഭിച്ചു. ആ സമ്പത്ത് ഉപയോഗിച്ചു കോളനിവൽക്കരണത്തിലൂടെ കിട്ടിയതൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് അവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിലോട്ട് കുറേ പണം നിക്ഷേപിച്ചവർ എന്ത് ചെയ്തു? അവർ വ്യവസായശാലകളിലെ ഉടമസ്ഥരാവുകയും അങ്ങനെ ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അപ്പോൾ അതുവരെ കച്ചവട മുതലാളികളായിരുന്നവർ എന്ത് ചെയ്തു? വ്യാവസായിക മുതലാളിത്തത്തിന് ഇത് വഴിതെളിച്ചു. ഇനി ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യം തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. സ്പെയിൻകാരനായ ഹെർനൻ കോർട്ടസും സംഘവും മെക്സിക്കോയിലെ, അതായത് അമേരിക്കൻ ഭൂഖണ്ഡം മെക്സിക്കോയിലെ ആസ്ട്രക്കുകളുടെ തലസ്ഥാനമായ ടെനോച്ചിറ്റിറ്റ്ലാനിൽ എത്തി. അപ്പോഴുള്ള രംഗമാണ് ചിത്രത്തിൽ കാണുന്നത്. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ ഈ ചിത്രം കാണാം. തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നു. ചിത്രത്തിൽ ഹെർനൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശവാസിയായ ഡോണ മരീനയായിരുന്നു ദ്വിഭാഷി. ഇത്തരം ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യർ തദ്ദേശീയരുമായി സംവദിച്ചിരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രവും വേറൊന്നുമല്ല, എന്താണ്? നമ്മുടെ സ്പെയിൻകാരനായ ഹെർനൻ കോർട്ടസും സംഘവും എവിടെ എത്തി? മെക്സിക്കോയിലെ അമേരിക്കൻ ഭൂഖണ്ഡം, അവിടുത്തെ ആസ്ട്രക്കുകളുടെ തലസ്ഥാനമായ ടെനോച്ചിറ്റിറ്റ്ലാനിൽ എത്തി. അപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള ആളുകൾ തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ചിത്രത്തിൽ ഹെർനൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശവാസിയായ ഒരു ദ്വിഭാഷി ഉണ്ടായിരുന്നു. അതായത് തർജ്ജമ ചെയ്തു കൊടുക്കുന്ന, സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ അവരുടെ പേരായിരുന്നു ഡോണ മരീന. അപ്പോൾ ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് യൂറോപ്യർ എന്ത് ചെയ്തത്? തദ്ദേശീയരുമായി സംവദിച്ചിരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിൻ്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാനലിനപ്പുറത്ത്, അതായത് ഇംഗ്ലീഷ് ചാനലാണ് കേട്ടോ, നമുക്കിപ്പോൾ പലതരത്തിലുള്ള ചാനലുണ്ടല്ലോ, ആ ചാനലൊന്നുമല്ല, ഇംഗ്ലീഷ് ചാനൽ ആണ്. പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ഇരുമ്പ് വ്യവസായശാല, അതിൻ്റെ ആ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ? തീയും പുകയും ഒക്കെ പോവുകയാണ്. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെക്കുറിച്ചുള്ള സൂചനയാണ് മുകളിൽ നൽകിയിട്ടുള്ള വിവരണത്തിലുള്ളത്.
ഈ ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്തി. ഉൽപാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1780-നും, അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭം തുണി ഉൽപാദന മേഖലയിലായിരുന്നു. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭം ഏത് മേഖലയിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം തുണി ഉൽപാദന മേഖലയിലായിരുന്നു. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ, അതിലൊന്നാമത്തേത് ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്കു സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഊർജ സ്രോതസ്സായി ആവി ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിലൂടെ ഊർജ സ്രോതസ്സായിട്ട് എന്തുപയോഗിച്ച് തുടങ്ങി? ആവി ഉപയോഗിച്ച് തുടങ്ങി. ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. അപ്പോൾ നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് എന്ത് വികസിച്ചു? ഗതാഗത സൗകര്യങ്ങൾ. ഉൽപാദനം കുടിലുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് മാറി. നേരത്തെ നമ്മൾ പറഞ്ഞു ഇടനിലക്കാരുണ്ട്, അവരെന്ത് ചെയ്യുന്നു? കുടിലുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു. അവർ ഇത് വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഇടനിലക്കാരെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഉൽപാദനം കുടിലുകളിൽ നിന്നും എങ്ങോട്ട് മാറി? ഫാക്ടറികളിലേക്ക് മാറി. ഇനി നമ്മൾ ഇവിടെ ഒരു പ്രധാന കാര്യം പറയുന്നത്, അപ്പോൾ വ്യാവസായിക വിപ്ലവം മനുഷ്യജീവിതത്തിൽ ഗുണകരവും ദോഷകരവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇനി അതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം കാർഷിക വിപ്ലവം അഥവാ അഗ്രേറിയൻ റവല്യൂഷനെ കുറിച്ചാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്? 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദമാണ് എന്ത്? കാർഷിക വിപ്ലവം. കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലികെട്ടി സംരക്ഷിച്ചു. അപ്പോൾ ചെറിയ കൃഷിയിടങ്ങളെ വലുതാക്കി വേരുകെട്ടി സംരക്ഷിച്ചു. വിളമാറ്റ കൃഷി ആരംഭിച്ചു. ഒരു കൃഷിക്കും ബദലായിട്ട് മറ്റൊരു കൃഷി, അങ്ങനെ വിളമാറ്റ കൃഷി ആരംഭിച്ചു. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക ഉപകരണങ്ങളൊക്കെ പുതിയവ ഉപയോഗിച്ചു തുടങ്ങി. ഇതാണ് അഗ്രേറിയൻ റവല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന കാർഷിക വിപ്ലവം എന്നത്. കാർഷിക വിപ്ലവത്തിന് നേട്ടങ്ങളുമുണ്ട് കോട്ടങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് നേട്ടങ്ങളെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്നാമത് ഫാക്ടറികളുടെ ഉദയം. വ്യാവസായിക വിപ്ലവത്തിനാണ് കേട്ടോ, കാർഷിക വിപ്ലവം അല്ല. വ്യാവസായിക വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഫാക്ടറികളുടെ ഉദയം. രണ്ടാമത്തേത് ഉൽപാദന വർധനവ്. ഫാക്ടറികൾ യന്ത്രങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ വ്യവസായങ്ങൾ ഉൽപാദനം വർദ്ധിക്കും അല്ലേ? അപ്പോൾ ഉൽപാദന വർധനവ്. പുതിയ തൊഴിലവസരങ്ങൾ, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, അതുപോലെ എന്താണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. ഇതിത്രയും എന്തിൻ്റെ നേട്ടങ്ങളാണ്? വ്യാവസായിക വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. ഇനി നേട്ടങ്ങൾ പോലെ തന്നെ എന്തുകൊണ്ട്? കോട്ടങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തേത് നമുക്ക് പറയാം തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കോട്ടങ്ങളിൽ ഒന്നാമത്തേത് തൊഴിലാളികളെ എന്ത് ചെയ്തു? ചൂഷണം ചെയ്യൽ. ദാരിദ്ര്യം, പകർച്ചവ്യാധി എന്നിവ ഉണ്ടായി. പകർച്ചവ്യാധി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും നൽകി. അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് ഒരുപാട് സമയം പണിയെടുപ്പിച്ചു. പക്ഷെ അവർക്ക് തുച്ഛമായ കൂലി മാത്രമേ നൽകിയിരുന്നുള്ളൂ. ചേരികളുടെ ഉദയം. അതുപോലെ തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ. അപ്പോൾ അവിടത്തേക്ക് നഗരങ്ങൾ എന്താണ്? ശുചിത്വമില്ലാത്തതാണ്, തിരക്കേറിയതുമാണ്. നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. അത് നമ്മൾ സെൻറ്റ് ഗിൽസ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് സെൻറ്റ് ഗിൽസ്? ലണ്ടൻ നഗരത്തിലെ സെൻറ്റ് ഗിൽസ് ചേരിയിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ലണ്ടൻ നഗരത്തിലെ ചേരികളിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. വെടിപ്പാക്കപ്പെടാത്ത കുട്ടികൾ, നീണ്ട് ചീകി ഒതുക്കാത്ത മുടിയുള്ള കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഉടുത്ത പുകവലിക്കുന്ന ഏറെയും അയർലൻഡിൽ നിന്ന് വന്ന ക്ഷീണിച്ച് അവശരായ പുരുഷന്മാർ, ഷൂവും കാലുറയും ഇല്ലാത്ത, മിക്കവാറും ഒരു കുഞ്ഞിനെ മാറത്ത് ചേർത്തിട്ടുള്ള അരയോട് ചേർത്ത് ഒരു വള്ളി കൊണ്ട് കെട്ടിയ ഒറ്റയുടുപ്പ് മാത്രമിട്ട സ്ത്രീകൾ, ചെന്നായ്ക്കളെ പോലെയുള്ള നായ്ക്കൾ, ചീഞ്ഞ പച്ചക്കറികൾ ചിതറിക്കിടക്കുന്ന നടപ്പാതകൾ, ഉയരം കുറഞ്ഞ വീടുകൾ, തെരുവിന് കുറുകെ തൂക്കിയിട്ടിരിക്കുന്ന ലിനൻ, ജോലിക്കിടയിൽ സ്തംഭിച്ചു പോയ ജനത, ഷൂട്ടിംഗ് ജാക്കറ്റുകളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലും ജനൽപ്പാളികൾ ചാരിയും മുറ്റവും പാതയും തടസ്സപ്പെടുത്തി വിശ്രമിക്കുന്നവർ, അവർക്ക് ചുറ്റും ഉറക്കമൊഴിഞ്ഞിട്ടെന്നോണം തളർന്ന് അവശരായ ബാലന്മാർ, ബഹുജനങ്ങളും അവരുടെ ജീവനോപാധികളും തമ്മിലുള്ള ബന്ധം മുൻപൊരിക്കലും ഇത്രയ്ക്ക് മോശമായിരുന്നില്ല. അപ്പോൾ സെൻറ്റ് ഗിൽസ് എന്ന് പറയുന്നത് ഒരു ചേരിയാണ്. ആ ചേരിയിലെ ചിത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. വ്യവസായവൽക്കരണത്തിൻ്റെ കോട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഈ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കോട്ടങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. വ്യാവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളും ഉയർന്നു വന്നു. ഇതിൽ സുപ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. അപ്പോൾ നമ്മൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരുപാട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്ര ബിന്ദു. അപ്പോൾ സോഷ്യലിസ്റ്റുകാർ പറഞ്ഞത് എന്താണ്? നമ്മുടെ വിഭവങ്ങൾ നീതിയുക്തമായ രീതിയിൽ വിതരണം ചെയ്യണം, ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥത അത് നൽകണം. അപ്പോൾ ഇതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് കാൾ മാക്സും ഫെഡറിക് ഏംഗൽസും ചേർന്നാണ്. അപ്പോൾ സോഷ്യലിസത്തെ ഇങ്ങനെ ചോദിക്കാം, സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? കാൾ മാക്സും ഫെഡറിക് ഏംഗൽസും ചേർന്നിട്ടാണ്. ഇനി നമ്മൾ നോക്കുന്നത് സാമ്രാജ്യത്വത്തെ കുറിച്ചാണ്. എന്താണ് സാമ്രാജ്യത്വം? ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയായ പഞ്ച്. അപ്പോൾ പഞ്ച് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയാണ്. 1906 ഈ പഞ്ച് എന്ന് പറയുന്ന മാസികയിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ആ കാർട്ടൂണാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ കാണുന്ന കാർട്ടൂൺ നമ്മുടെ പഞ്ച് എന്ന ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയിൽ വന്ന ഒരു രംഗമാണ്. അപ്പോൾ ബെൽജിയൻ കോങ്കോയിലെ റബ്ബർ ചുരുളുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പഞ്ച് എന്ന് പറയുന്ന ആക്ഷേപഹാസ്യ മാസികയിൽ 1906 വന്ന ഒരു കാർട്ടൂൺ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒന്നുകൂടി നോക്കാം. ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ റബ്ബർ ചുരുളുകളായി ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ്. അപ്പോൾ ബെൽജിയത്തിലെ രാജാവായിരുന്നു ലിയോപോൾഡ് രാജാവ് 1906 കാലഘട്ടങ്ങളിൽ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കോങ്കോ സ്വദേശിയെ ചുറ്റി വരിയുന്നതായാണ് കാർട്ടൂണിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്യുന്നു? ഒരു കോങ്കോ സ്വദേശിയെ ചുറ്റി വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? യൂറോപ്യൻ രാജ്യമായിരുന്ന ബെൽജിയം ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടത്തുകാരെ എങ്ങനെ ബാധിച്ചു എന്നാണ് ഈ കാർട്ടൂൺ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ബെൽജിയം എന്ത് ചെയ്തു? ആഫ്രിക്കയിലെ കോങ്കോയിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. അത് അവിടുത്തെ ജനതയെ ബാധിച്ചതാണ് ഈ കാണിച്ചിരിക്കുന്നത്.
എന്തിനായിരിക്കും ബെൽജിയം ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്? അപ്പോൾ എന്തിനായിരിക്കും റബ്ബർ കൃഷി ആരംഭിച്ചത്? അവർക്ക് യൂറോപ്യന്മാരുടെ ലക്ഷ്യം തന്നെ അവർക്ക് എന്താണ്? കോളനിവൽക്കരണത്തിലൂടെ വ്യാപാര പുരോഗതി ഉണ്ടാക്കുക, അവരുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി ഇത് കോങ്കോയെ എങ്ങനെയെല്ലാം ബാധിച്ചിരിക്കാം? കോങ്കോയെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു? റബ്ബർ, അവരുടെ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് പകരം അവിടെ റബ്ബർ കൃഷി, അപ്പോൾ അത് ഒരു വ്യാപാരമല്ലേ നടക്കുന്നത്? അവരുടെ കഞ്ഞികുടി മുട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരം നടപടികൾ സ്വീകരിച്ചത് ബെൽജിയം മാത്രമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള നടപടികൾ ബെൽജിയം മാത്രമാണോ? അല്ല, മറിച്ച് ആരൊക്കെയാണ്? നമ്മുടെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ നടപടികൾ സ്വീകരിച്ചവരാണ്. വ്യവസായശാലകളിൽ ഉൽപാദനം വർദ്ധിച്ചതോടെ ഇവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും വ്യാവസായിക രാജ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയാതെ വന്നു. അപ്പോൾ വ്യവസായശാലകളിൽ എന്ത് ചെയ്തു? ഉൽപാദനം വർദ്ധിച്ചു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ട് എന്ത് വേണം? അസംസ്കൃത വസ്തുക്കൾ വേണം. അപ്പോൾ ഈ അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായിട്ടും വ്യാവസായിക രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ ബെൽജിയം പോലെയുള്ള വ്യാവസായിക രാജ്യങ്ങൾ കോളനികളെ തങ്ങൾക്ക് റബ്ബർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. അപ്പോൾ ഈ കോളനികളെ എന്താണ്, അവരുടെ ഈ യൂറോപ്യന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ റബ്ബർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി ഈ കോളനികളെ മാറ്റുകയാണ് ചെയ്തത്. ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചും വേതനം കുറച്ചും ലാഭം നേടിയെടുക്കാൻ വ്യാവസായിക മുതലാളിമാർ ശ്രമിച്ചു. അപ്പോൾ വ്യാവസായിക മുതലാളിമാരുടെ ലക്ഷ്യം എന്ത് ചെയ്യുക? ഉൽപാദനം വർദ്ധിപ്പിക്കുക, വേതനം പരമാവധി കുറയ്ക്കുക. വേതനത്തിലെ കുറവ് ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ശേഷി കുറച്ചു. അപ്പോൾ വേതനം കുറച്ച് കിട്ടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ശേഷി കുറയും. തന്മൂലം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാതെ വന്നു. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഈ ഉൽപ്പന്നങ്ങൾ അതാത് രാജ്യങ്ങളിൽ വിറ്റഴിക്കാൻ കഴിയാതെ വന്നപ്പോൾ വ്യാവസായിക രാഷ്ട്രങ്ങൾ വിപണികൾക്കായി അന്വേഷണം ആരംഭിച്ചു. വ്യാവസായിക രാജ്യങ്ങൾ എന്ത് ചെയ്തു? വിപണികൾ കണ്ടെത്താനായിട്ട് ഉള്ള അന്വേഷണം ആരംഭിച്ചു. ചുരുക്കത്തിൽ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണികളുമായി യൂറോപ്യർ മാറ്റി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? കോളനികളിൽ തന്നെ അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ആ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ആ ഉൽപ്പന്നങ്ങൾ എവിടെ കൊണ്ടുവന്ന് വിൽക്കുക? ഈ കോളനികളിൽ കൊണ്ടുവന്ന് തന്നെ വിൽക്കുക. ഈ ഒരു അടവ് ആര് കൊണ്ടുവന്നു? യൂറോപ്യന്മാർ കൊണ്ടുവന്നു. ഇതിനായി അവിടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ അവിടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചു. ഈ രാഷ്ട്രീയ ആധിപത്യത്തിന് പറയുന്ന പേരാണ് സാമ്രാജ്യത്വം. ഇതെന്തിലേക്ക് നയിച്ചു? സാമ്രാജ്യത്വത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സാമ്രാജ്യത്വം? ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാമ്രാജ്യത്വം. അപ്പം എന്താ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യം എന്ത് ചെയ്യുന്നു? അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും എന്ത് ചെയ്യുക? അധീശത്വം സ്ഥാപിക്കുകയും ആ അധീശത്വം നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയ, അതിന് പറയുന്ന പേരാണ് സാമ്രാജ്യത്വം. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടുകൂടി ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറി. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദമായപ്പോഴേക്കും ഏതൊക്കെ രാജ്യങ്ങളാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യത്വ ശക്തികളായിട്ട് മാറി. ലോകത്തിൻ്റെ വലിയൊരു ഭാഗം ഈ രണ്ട് ശക്തികളുടെ ആധിപത്യത്തിലായി തീർന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ തന്നെ വലിയൊരു ഭാഗം ആരുടെ? ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൈകളിലായി തീർന്നു. താമസിയാതെ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങളായി ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഉയർന്നു വന്നു. അപ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഇതുപോലെ സാമ്രാജ്യത്വ രാജ്യങ്ങളായി മാറിയപ്പോൾ ഇവരെ പിന്തുടർന്നുകൊണ്ട് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, അതുപോലെ ബെൽജിയം, അമേരിക്ക എന്നീ രാജ്യങ്ങളും എന്ത് ചെയ്തു? സാമ്രാജ്യത്വ ശക്തികളായിട്ട് ഉയർന്നു വന്നു. ഈ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കുവാൻ ശ്രമം ആരംഭിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ
സാമ്രാജ്യത്വ ശക്തികൾ എന്ത് ചെയ്തു? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചു. ഇത് പഴയ സാമ്രാജ്യത്വ ശക്തികളും പുതിയവരും തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് നയിച്ചു. അപ്പോൾ പഴയ സാമ്രാജ്യത്വ ശക്തികൾ ആരൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും. പുതിയവരാരൊക്കെയാണ്? ഇറ്റലി, ജർമ്മനി, അതുപോലെ ബെൽജിയം, അമേരിക്ക തുടങ്ങിയവർ പുതിയവർ. ഇവർ തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് ഇത് നയിച്ചു. ഇത് 20-ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അവ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ഇതെന്ത് ചെയ്തു? ലോക ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുകയുണ്ടായി ഈ ഒരു സാമ്രാജ്യത്വം. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഒന്നാം ലോക യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒന്നാം ലോക യുദ്ധം? എന്താണ് ഒന്നാം ലോക യുദ്ധം എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. 1992 ജൂൺ 28 ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾക്ക് അറുതി വരുത്തിയ ബാൾക്കൺ യുദ്ധത്തിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞിരുന്ന സരായോവോയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മീറ്ററാൻഡ് അപ്രഖ്യാപിതവും അപ്രതീക്ഷിതവുമായ ഒരു ദ്രുത സന്ദർശനം നടത്തി. എന്തുകൊണ്ടായിരിക്കാം ഫ്രഞ്ച് പ്രസിഡന്റ് സരായോവോയിലേക്ക് ആ പ്രത്യേക ദിനം തിരഞ്ഞെടുത്തത്? കാരണം ജൂൺ 28 എന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സരായോവോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് 1992 ജൂൺ 28 കേട്ടോ. ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾക്ക് അറുതി വരുത്തിയ ബാൾക്കൺ യുദ്ധത്തിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞ സരായോവോയിലേക്ക് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്ന മീറ്ററാൻഡ് ഒരു സന്ദർശനം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രഞ്ച് പ്രസിഡന്റ് സരായോവോയിലേക്ക് ആ പ്രത്യേക ദിനം തിരഞ്ഞെടുത്തതിന് കാരണം ജൂൺ 28 എന്ന് പറയുന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സരായോവോയിൽ വച്ച് 1914 കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് പോയത്. പ്രശസ്ത ചരിത്രകാരൻ എറിക് ഹോബ്സ്ബോം. അപ്പോൾ പ്രശസ്ത ചരിത്രകാരനായ എറിക് ഹോബ്സ്ബോം ഫ്രഞ്ച് പ്രസിഡന്റ് സരാവോയിലേക്ക് നടത്തിയ യാത്രയെ വിവരിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഈ ഫ്രഞ്ച് പ്രസിഡൻ്റായ നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് എന്ത് ചെയ്തു? സരാവോയിലേക്ക് മീറ്റ് നടത്തിപ്പോൾ യാത്ര ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് സരാവോയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നത് ചരിത്രകാരനായ എറിക് ഹോബ്സ്ബോമാണ്. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങളിലൊന്നായ കൊലപാതകമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ 1914 ഒന്നാം ലോക യുദ്ധത്തിന് കാരണമായത് എന്താണ്? ഈ ഒരു കൊലപാതകമാണ്. നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ കൊലപാതകമാണ് കാരണമായത് 1914 ജൂൺ 28. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആദ്യ യുദ്ധമായിരുന്നു ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ 1914 മുതൽ 18 വരെയുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒന്നുകിൽ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് എന്ത് ചെയ്തു? ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതായത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? പ്രധാന കാരണം ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചതാണ്. ഇനി രണ്ടാമത്തത് എന്തൊക്കെ? അടുത്തുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരം. സാമ്രാജ്യത്വ ശക്തികളുടെ കിടമത്സരത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? സാമ്രാജ്യത്വ ശക്തികൾ എന്ത് ചെയ്തു? കോളനികളിലെ അവരുടെ വിപണി ആരംഭിക്കുന്നതിനുള്ള മത്സരങ്ങളൊക്കെ നടത്തിയത് നമ്മൾ പഠിച്ചായിരുന്നു. പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുത്താൽ മാത്രമേ പുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് തങ്ങളുടെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൈവശമാണ് കൂടുതൽ കോളനികളുള്ളത്. അപ്പോൾ ഇത് പിടിച്ചെടുക്കാനായിട്ട് പുതിയ സാമ്രാജ്യത്വ ശക്തികളായ ഇറ്റലി, ജർമ്മനി, ബെൽജിയം, അമേരിക്ക തുടങ്ങിയവ മുന്നോട്ട് വന്നു. ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു?
സാമ്പത്തിക വ്യാവസായിക രംഗങ്ങളിൽ ജർമ്മനി കൈവരിച്ച അഭൂതപൂർവമായ മുന്നേറ്റം ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും ആശങ്കപ്പെടുത്തി. അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? ഈ മേഖലയിൽ പുതുതായി വന്ന സാമ്രാജ്യത്വ ശക്തികളിൽ പ്രഗത്ഭമായ നേട്ടം കൈവരിച്ചത് ജർമ്മനിയായിരുന്നു. ഇത് ആർക്ക് സഹിച്ചില്ല? നമ്മുടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ഒക്കെ ഇത് ആശങ്കപ്പെടുത്തി. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പ്രദേശങ്ങൾ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കോളനികളായിരുന്നതിനാൽ തുർക്കിയുടെ നിയന്ത്രണത്തിലായിരുന്ന ഓട്ടോമാൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കായിരുന്നു ജർമ്മനി കണ്ണുവെച്ചത്. അപ്പോൾ ആഫ്രിക്ക, ഏഷ്യ ഇതൊക്കെ ആരുടെ കൈവശമായിരുന്നു? ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പ്രദേശങ്ങളെല്ലാം ആരുടെ കൈവശമാണ്? ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൈവശമായിരുന്നു. അത് കൊണ്ട് നമ്മുടെ ജർമ്മനി എന്ത് ചെയ്തു? തുർക്കികളുടെ കൈവശമുണ്ടായിരുന്ന ഏതാണ് ഓട്ടോമാൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കായി ജർമ്മനി കണ്ണുവെച്ചത്. ഇതിനായി അവർ ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തു. ആരാണ്? നമ്മുടെ ജർമ്മനി. അപ്പോൾ ഇത് തങ്ങളുടെ സ്വാധീന മേഖലകളുടെ സുരക്ഷയെ ബാധിക്കുമെന്നോ എന്ന ആശങ്ക ആർക്കുണ്ടായിരുന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ഉണ്ടായി. അങ്ങനെ സംഘർഷങ്ങളും ശത്രുതയും വളർന്നു. അപ്പോൾ ഇത് നമ്മുടെ പഴയ സാമ്രാജ്യത്വ ശക്തികളായ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവരെ ആശങ്കാകുലരാക്കി. അങ്ങനെയാണ് എന്ത് ചെയ്തത്? സംഘർഷങ്ങളും ശത്രുതയും ഒക്കെ ഉണ്ടായത്. ഇനി രണ്ടാമത്തേത് തീവ്രദേശീയത. സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവുമാണ് തീവ്രദേശീയത എന്ന് പറഞ്ഞത്. ഇത് പലപ്പോഴും വംശീയതയുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ തീവ്രദേശീയത എന്ന് പറയുന്നത് എന്താണ്? വംശീയതയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വംശത്തിൽപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം തങ്ങളുടേതാണ് എന്ന വാദം പല രാജ്യങ്ങളും മുന്നോട്ട് വച്ചു. ഇതര പ്രദേശങ്ങൾ സ്വന്തമാക്കി തങ്ങളുടെ രാഷ്ട്ര വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ രാഷ്ട്രങ്ങൾ വംശീയതയെ ഉപയോഗിക്കുകയായിരുന്നു. തീവ്രദേശീയത ജർമ്മനി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു. അപ്പോൾ ഈ തീവ്രദേശീയത എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എന്ത് ചെയ്തു? ജർമ്മനിയിലും സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു. പാൻ സ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അത് ഉദാഹരണം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്നിവയൊക്കെ ദേശീയതയ്ക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് പാൻ സ്ലാവ് പ്രസ്ഥാനമെന്നും എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നോക്കിയിട്ട് പോകാം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ നമ്മുടെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് ഈ പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ബാൾക്കൻ രാജ്യമായ സെർബിയയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാ എന്ന് ചോദിച്ചാൽ എന്താണ്? ആരെന്ന് പറയും നമ്മൾ? ബാൾക്കൻ രാജ്യമായ സെർബിയയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഈ പ്രസ്ഥാനത്തെ ആര് പിന്തുണച്ചു? അപ്പോൾ ഈ പാൻ സ്ലാവ് പ്രസ്ഥാനത്തെ പിന്തുണച്ചു റഷ്യ. അപ്പോൾ റഷ്യ പിന്തുണച്ചത് പാൻ സ്ലാവ് പ്രസ്ഥാനത്തെയാണ്. ഇനി നമ്മൾ പാൻ ജർമ്മൻ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൻ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൻ മേഖലയിലേക്കും എന്ത് ചെയ്യുക? അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പാൻ ജർമ്മൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. പിന്നെ അടുത്തെന്താണ്? സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. അപ്പോൾ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ് അടുത്തൊരു കാരണം, നമ്മുടെ ഒന്നാം ലോക യുദ്ധത്തിന് കാരണം. കോളനികൾക്കായുള്ള മത്സരവും തീവ്രദേശീയതയും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ
യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും സംശയവും ജനിപ്പിച്ചു. അപ്പോൾ കോളനികൾക്കിടയിൽ എന്താണ് മത്സരവും തീവ്ര ദേശീയതയും ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിൽ എന്ത് ചെയ്തു? യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും സംശയവും ജനിപ്പിച്ചു. ഇത് രാജ്യങ്ങളെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ രാജ്യങ്ങൾ എന്ത് ചെയ്തു? സൈനികപരമായിട്ട് സഖ്യങ്ങളൊക്കെ രൂപീകരിച്ചു. തൽഫലമായി 2 പ്രധാന സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു. ഏതൊക്കെയാ? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ഈ രണ്ടും എന്ന് പറയുന്നത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും എന്ന് പറയുന്ന സൈനിക സഖ്യങ്ങളായിരുന്നു. ഇവ ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസ് എന്താണ്? ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി എന്നിവർ ചേർന്നതാണ് ത്രികക്ഷി സഖ്യം, ട്രിപ്പിൾ അലയൻസ്. അപ്പോൾ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ത്രികക്ഷി സഖ്യത്തിൽ ഉള്ളത് ആരാണ്? ഇറ്റലിയും ജർമ്മനിയും ഓസ്ട്രിയ, ഹംഗറിയും. അപ്പോൾ നമുക്ക് ഹംഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ വിശപ്പ് ആലോചിച്ചാൽ മതി. നമുക്ക് വിശപ്പ് വരുമ്പോൾ നമുക്ക് ട്രിപ്പിൾ അലയൻസ്. ഈ 3 പേരും കൂടെ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ഇവ 3 പേരും കൂടി ചേർന്നതാണ് ത്രികക്ഷി സഖ്യം. ഇനി ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ട്രിപ്പിൾ എൻഡൻ്റ്, ഈ ട്രിപ്പിൾ എൻഡൻ്റെയിൽ വരുന്ന ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്ന ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ഇനി നമ്മൾ പറയുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 2 സഖ്യങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുമുണ്ടായി. അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും അല്ലേ? ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ഇറ്റലിയും ജർമ്മനിയും ഓസ്ട്രിയ, ഹംഗറിയും. സൗഹാർദ്ദത്തിൽ വരുന്നത് ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും. അപ്പോൾ ഇവർ തമ്മിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തമ്മിൽ സംഘർഷമുണ്ടായി. ഒരു രാഷ്ട്രത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശമോ കോളനിയോ മറ്റൊരു രാഷ്ട്രം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചത്. സൈനിക സഖ്യങ്ങളിൽ അംഗമായി ഏതെങ്കിലും ഒരു രാജ്യം ഉൾപ്പെട്ട സംഘർഷങ്ങളിൽ മറ്റ് സഖ്യ അംഗങ്ങൾ കൂടി പങ്കുചേർന്നതോടെ പ്രതിസന്ധികൾ രൂക്ഷമായി തീർന്നു. അപ്പോൾ നമ്മുടെ പലപ്പോഴും എന്ത് ചെയ്തു? സൈനിക സഖ്യങ്ങളിൽ അംഗമായ ഏതെങ്കിലും ഒരു രാജ്യം ഉൾപ്പെട്ട സംഘർഷങ്ങളിൽ മറ്റ് സഖ്യാംഗങ്ങൾ കൂടി പങ്കുചേരും. അപ്പോൾ ഇറ്റലി, ഫ്രാൻസ് ഇവയിൽ ഏതെങ്കിലും ഒരു രാജ്യം പ്രശ്നത്തിലായി കഴിഞ്ഞാൽ അവിടെ റഷ്യ, അങ്ങനെ ഇവർ 3 പേരും കൂടി എന്ത് ചെയ്യും? ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്റാറാൻഡ് സന്ദർശനം നടത്തിയ ബോസ്നിയയുടെ തലസ്ഥാനമായ സരായോയിൽ വച്ച് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. സെർബിയൻ പൗരനായ ഗാവ്ലോ പ്രിൻസപ്പാണ് അദ്ദേഹത്തെ വധിച്ചത്. അപ്പോൾ ഈ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സരായോയിൽ വെച്ച് വധിച്ചത് ആരാ? ഗാവ്ലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന സെർബിയൻ പൗരനാണ്, സെർബിയക്കാരനാണ് ഈ ഗാവ്ലോ പ്രിൻസപ്പ്. ഈ ഗാവ്ലോ പ്രിൻസപ്പാണ് എന്ത് ചെയ്യുന്നത്? ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിക്കുന്നത് സരായോയിൽ വെച്ച്. അദ്ദേഹത്തെ സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ സെർബിയയ്ക്ക് ഈ വധത്തിൽ പങ്കുണ്ടെന്ന് ഓസ്ട്രിയ ആരോപിച്ചു. അപ്പോൾ സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ എന്തുണ്ട്? തർക്കമുണ്ട്. അതുകൊണ്ട് സെർബിയ പറഞ്ഞു എന്താണ്? ഈ വധത്തിൽ സെർബിയയ്ക്ക് ഈ വധത്തിൽ പങ്കുണ്ടെന്ന് ആര് പറഞ്ഞു? ഓസ്ട്രിയ ആരോപിച്ചു. തുടർന്ന് 1914 ജൂലൈ 28 എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു ഓസ്ട്രിയ ഹംഗറി ആർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു? സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇരുപക്ഷത്തും സഖ്യരാഷ്ട്രങ്ങളാണ് ചേർന്നതോടെ ഈ യുദ്ധം എന്തായി മാറി? ലോകയുദ്ധമായി മാറി. ഇനി ആ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ കൂടി നമ്മൾ പറയാണ്. ദശലക്ഷക്കണക്കിന് സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് ദശലക്ഷക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. അപ്പോൾ കാർഷിക മേഖല, വ്യവസായ മേഖല ഇതൊക്കെ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിൻ്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. അപ്പോൾ അതുവരെ മേധാവികളായിരുന്ന യൂറോപ്യന്മാരുടെ ആധിപത്യത്തിന് തകർച്ച സംഭവിച്ചു.
ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യങ്ങൾ ശക്തിപ്പെട്ടു, സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണം. അപ്പോൾ 1920 ആര് രൂപീകരിച്ചു? സർവ്വരാജ്യ സഖ്യം രൂപം കൊണ്ടു. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്ര ആധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. അപ്പോൾ ഇറ്റലിയും ജർമ്മനിയും സ്പെയിനും ഒക്കെ എന്തിലോട്ട് വന്നു? സമഗ്ര ആധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. ഇതൊക്കെയാണ് എന്തിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്? ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങളെന്ന് പറയുന്നത്. ഇനി സർവ്വരാജ്യ സഖ്യം നോക്കാം. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചു. അപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ പറഞ്ഞു, എന്താണ്? ലോകസമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി എന്ത് ചെയ്യുക? അന്തർദേശീയ സംഘടന രൂപീകരിക്കണം എന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ അഭിപ്രായപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1920 ജനുവരി 10 ലോകസമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 1920 ജനുവരി 10 എന്ത് രൂപീകരിച്ചു? സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ലോകസമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത്. യൂറോപ്പിൽ സമഗ്ര ആധിപത്യത്തിൻ്റെ വളർച്ച, അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. 2021 തന്നെ സന്ദർശിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവിത ലിദിയ മാക്സിമോവിക്സിൻ്റെ കയ്യിൽ അവൾ 3-ാം വയസ്സിൽ ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലെത്തിയപ്പോൾ പച്ചകുത്തിയ ജയിൽ പുള്ളി നമ്പറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചുംബിച്ചു. ഓഷ്വിറ്റ്സിൽ ഡോക്ടർ ജോസഫ് മംഗലേയുടെ അതിക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട കുഞ്ഞു മാലാഖയ്ക്ക് ഓരോ ദിവസവും എന്താണ്? മരണത്തെ നേരിൽ കാണേണ്ടി വന്നിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് അവളുടെ അമ്മ ഒളിച്ചു കടത്തിക്കൊണ്ടുവന്ന അപ്പക്കഷ്ണങ്ങളിലാണ് ആ കൊച്ചു ജീവൻ പിടിച്ചു നിന്നത്. ഓഷ്വിറ്റ്സിൽ നിന്ന് മോചിതയായപ്പോൾ 4 വയസ്സ് മാത്രമുണ്ടായിരുന്ന അവളെ കാത്തിരുന്നതാകട്ടെ എവിടെയോ ഓടിപ്പോകാൻ നിർബന്ധിതയായിരുന്ന തൻ്റെ അമ്മയ്ക്കു വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. അപ്പം മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഓഷ്വിറ്റ്സ്. ഈ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്നത് പോളണ്ടാണ് കേട്ടോ. പോളണ്ടിനെയാണ് ഓഷ്വിറ്റ്സ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓഷ്വിറ്റ്സ് അല്ലെങ്കിൽ പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ, അതായത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവിടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള തടങ്കൽ പാളയം, അത് അതിജീവിച്ച ലിദിയ മാക്സിമോവിക്സിൻ്റെ ജീവിതകഥയാണ് നമ്മൾ എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചോദിക്കാം, എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്നത് ആരുടെ ജീവിതകഥയാണ്? ആരുടെ? ലിദിയ മാക്സിമോവിക്സിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന പുസ്തകത്തിലാണ് അവർ താൻ നേരിട്ട അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. നാസിസത്തെ പറ്റി നിങ്ങൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ചരിത്രം പരിശോധിക്കാം. ഇതാണ് പറയുന്നത്. 1-ാം ലോക യുദ്ധം യൂറോപ്പിൽ സൃഷ്ടിച്ച സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഫലമായി സമഗ്ര ആധിപത്യത്തിന് ഊന്നൽ നൽകിയ പ്രസ്ഥാനങ്ങൾ ചില രാജ്യങ്ങളിൽ ഉയർന്നു വന്നു. പൗരരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഭരണകൂടത്തിൻ്റെ അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കുന്നതാണ് സമഗ്രാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ സമഗ്രാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്ത് കൊണ്ടുവരിക? നിയന്ത്രണം സ്ഥാപിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അവിടെ ആർക്ക് സ്ഥാനമില്ല? പൗരർക്കൊന്നും യാതൊരു സ്ഥാനമില്ല. അവരുടെ ആഗ്രഹങ്ങളൊന്നും മാനിക്കുന്നില്ല, സ്വകാര്യതയ്ക്ക് ഒന്നും മാനിക്കുന്നില്ല. മറിച്ച് എന്താണ്? ഭരണകൂടത്തിൻ്റെ അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുക? നിയന്ത്രണം സ്ഥാപിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമഗ്രാധിപത്യം എന്ന് പറയുന്നത്.
ഈ ആശയസംഹിത രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരർ ഇല്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണമെന്ന നിലപാടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? പൗരൻ അവകാശങ്ങളില്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണം എന്നതാണ് എന്ത് പറയുന്നത്, ഈ ഒരു സമഗ്ര ആധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണം എന്ന നിലപാടാണ് ഈ സമഗ്രാധിപത്യം. ഇനി ഈ സമഗ്രാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. ഒന്നാമത്തത് ജനാധിപത്യത്തിൻ്റെ നിരാസമാണ്. 2 സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ്, സോഷ്യലിസം എന്ത് ചെയ്യുക, ഒഴിവാക്കുക, വിയോജിപ്പ്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കൽ, സ്വേച്ഛാധിപത്യത്തെ ഇവർ പിന്തുണയ്ക്കും. തീവ്ര ദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. അപ്പോൾ തീവ്ര ദേശീയതയുണ്ട്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. യുദ്ധത്തെയും ആക്രമത്തെയും മഹത്വവൽക്കരിക്കുക. അപ്പോൾ യുദ്ധവും അക്രമം ഇതിനെ എന്ത് ചെയ്യുക, മഹത്വവൽക്കരിക്കുക. ഇതൊക്കെയാണ് എന്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. 1-ാം ലോക യുദ്ധാനന്തരം ഇറ്റലിയിലും ജർമ്മനിയിലും അധികാരത്തിൽ വന്ന സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇറ്റലി, ജർമ്മനി ഈ 2 സ്ഥലത്തും എന്ത് ചെയ്തു, 1-ാം ലോക മഹായുദ്ധാനന്തരം സമഗ്ര ആധിപത്യ പ്രസ്ഥാനങ്ങൾ വന്നു. അതിൽ ഒന്നാമത്തെ ഇറ്റലിയിൽ ഫാഷിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇറ്റലിയിൽ ഉണ്ടായത് എന്താണ്? ഫാഷിസം. ഫാഷിസത്തിൻ്റെ സ്ഥാപകനാരാ? ബെനിറ്റോ മുസോളിനിയാണ് ഫാഷിസം സ്ഥാപിച്ചത്. 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അപ്പോൾ മുസോളിനി എന്താ ചെയ്തത്? 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തിയിട്ട് തലസ്ഥാനമായ റോമിലേക്ക് എന്ത് ചെയ്തു? മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന് ശേഷം അധികാരത്തിൽ വന്നു. മാർച്ചിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അധികാരത്തിലോട്ട് വന്നത്. കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് എന്ന സായുധ സംഘത്തെ രൂപീകരിച്ചു. അപ്പോൾ ഇവർ രൂപീകരിച്ച സായുധ സംഘത്തിൻ്റെ പേരാണ് എന്താ? ബ്ലാക്ക് ഷർട്ട്. ഫാഷിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു. അപ്പോൾ ഫാസിസ്റ്റ് അല്ലാത്ത എല്ലാ പാർട്ടികളെയും ആര് നിരോധിച്ചു? ഈ ഒരു ബെനിറ്റോ മുസോളിനി നിരോധിച്ചു. സോഷ്യലിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളോടുള്ള ശത്രുത. അപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, തൊഴിലാളി പ്രസ്ഥാനം ഇതിനെയൊക്കെ ആർക്ക് ശത്രുതയായിരുന്നു? നമ്മുടെ ഈ ഒരു ഫാഷിസ്റ്റുകൾക്ക് ശത്രുതയായിരുന്നു. അടുത്ത് നമ്മൾ ജർമ്മനിയിലാണ് വരുമ്പോൾ, ജർമ്മനിയിൽ നാസിസം എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ജർമ്മനിയിലെ സമഗ്രാധിപത്യ പ്രസ്ഥാനമാണ് നാസിസം. അതിൻ്റെ സ്ഥാപകനാരാണ്? അഡോൾഫ് ഹിറ്റ്ലറാണ് ഇത് സ്ഥാപിച്ചത്. 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തുറുങ്കിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ എന്ത് ചെയ്തു? 1923 അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാർച്ചൊക്കെ നടത്തി ബെർലിനിലോട്ട്. പക്ഷേ അദ്ദേഹത്തെ എന്ത് ചെയ്തു? പിടിച്ച് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ബെർലിനിലോട്ട് പോകാനൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പിടിച്ച് തുറുങ്കിലടച്ചു. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താനുള്ള ശ്രമം ആരംഭിച്ചു. പിന്നീട് അടുത്ത അടവ് പയറ്റി എന്താണ്? ഇനി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തണം, അതിനുള്ള ശ്രമം ആരംഭിച്ചു. തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്ന ഒരു സൈന്യത്തിന് രൂപം നൽകിയപ്പോൾ നമ്മുടെ ആരാണ് ഈ ഒരു ഹിറ്റ്ലർ രൂപം കൊടുത്ത ആ ഒരു സൈന്യത്തിന് പറയുന്ന പേരാണ് എന്ത്? തവിട്ട് കുപ്പായക്കാർ. 1933 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വന്നു. അപ്പോൾ 1923 പരാജയപ്പെട്ടു. മാർച്ചൊക്കെ നടത്തി നോക്കി. അപ്പോൾ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത 10 വർഷം കഴിഞ്ഞ് 1933 എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ എന്ത് ചെയ്തു? അധികാരത്തിലോട്ട് വന്നു. ഇവർക്കൊക്കെ എന്താണ്? കുതന്ത്രങ്ങളാണല്ലോ കൂടുതൽ. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കാനുള്ള നയം നടപ്പിലാക്കി. അപ്പോൾ ഇവർക്ക് ആരെയൊക്കെ കണ്ടുകൂടായിരുന്നു? കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജൂതന്മാർ, അതുപോലെ ആരാണ്? ജനാധിപത്യവാദികൾ. ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാനാണ് ഉള്ള നയമാണ് ഇവർ കൊണ്ടുവന്നത്, അഡോൾഫ് ഹിറ്റ്ലർ കൊണ്ടുവന്നത്. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയ്ക്ക് രൂപം നൽകിയതാരാണ്? ഹിറ്റ്ലറാണ്. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ചു.
ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഹിറ്റ്ലറുടെ ഈ ആക്രമണ പരമ്പര എന്തിനു വഴിതെളിച്ചു? രണ്ടാം ലോക യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. ഇനി എന്താണ് ഫാഷിസം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫാസസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത് ഏതിൽ നിന്നാണ്? ഫാഷിസം എന്ന് പറയുന്ന ഫാസസ് എന്ന് പറയുന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഫാഷിസം എന്ന പേരുണ്ടായത്. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെണ്ടുതെട്ടും ഒരു മഴുവും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഫാഷിസം എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് നോക്കാം. ഒരു കണ്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴുവും എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴുവും, അതാണ് ഫാസിസം എന്ന പദത്തിന് അർത്ഥം. വീണ്ടും യുദ്ധത്തിലേക്ക്. പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അറിയുന്ന എല്ലാവരിലും വെച്ച് എൻ്റെ അന്തിമ ചിന്തകൾ ഏറ്റവും അധികം സ്പർശിക്കാൻ പോകുന്നത് അമ്മയെ ആയിരിക്കുമെന്ന് എനിക്കറിയാവുന്നതിനാൽ അവ ഞാൻ അമ്മയോട് തന്നെ പങ്കുവയ്ക്കട്ടെ. വിധി ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ എൻ്റെ മരണത്തെ കുറിച്ച് ആരെയും കുറ്റപ്പെടുത്തരുത്. അപ്പോൾ എൻ്റെ മരണത്തിന് ആരെയും കുറ്റപ്പെടുത്തരുത്. അമ്മയ്ക്ക് എന്താണ് എഴുതേണ്ടത് എന്നെനിക്കറിയില്ല. കാരണം എനിക്ക് ശരിയായി ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഉചിതമായ വാക്കുകൾ കിട്ടുന്നില്ല. സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ എൻ്റെ പങ്കാളിത്തം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. വിജയം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ പക്ഷേ ഞാൻ മരിക്കുകയാണ്. അപ്പോൾ ഇത് സ്പാർട്ടക്കോ ഫോണ്ടനോട്ടിൻ്റെ ഒരു ലെറ്ററാണ് നമ്മളിവിടെ വായിച്ചത്. ഫ്രഞ്ച് ലിബറേഷൻ ആർമിയിലെ ഇറ്റാലിയൻ സന്നദ്ധ സൈനികനായിരുന്ന സ്പാർട്ടക്കോ ഫോണ്ടനോട്ട് മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അയച്ച കത്താണ് ഇവിടെ നമ്മൾ വായിച്ചത്. അപ്പോൾ അദ്ദേഹം ഏത് ആർമിയിലായിരുന്നു? ഫ്രഞ്ച് ലിബറേഷൻ ആർമിയിൽ ഇറ്റാലിയൻ സന്നദ്ധ സൈനികനായിരുന്നു സ്പാർട്ടക്കോ ഫോണ്ടനോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടാം ലോക യുദ്ധത്തിലാണ്. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിലാണ് ആർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്? നമ്മുടെ സ്പാർട്ടക്കോ ഫോണ്ടനോട്ടിന് ജീവൻ നഷ്ടപ്പെട്ടത്. 1939 മുതൽ 1945 വരെ നടന്ന ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം നടന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? 1939 മുതൽ 1945 വരെയുള്ള ആ ഒരു കാലയളവിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഇനി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ആ ഒരു പശ്ചാത്തലം വേഴ്സായ് ഉടമ്പടിയാണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധിയാണ് വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനി സഖ്യകക്ഷികളുമായി ചേർന്നിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു, ഒരു സമാധാന സന്ധി. ആ സന്ധിക്ക് പറയുന്ന പേരാണ് വേഴ്സായ് സന്ധി. എന്താണ് ഈ സന്ധിയിൽ പറയുന്നത്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വിത്തുകൾ പാകിയത് ഈ ഒരു വേഴ്സായ് സന്ധിയാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശരിയായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വേഴ്സായ് സന്ധിയിലെ ഉടമ്പടികളാണ്. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ വേഴ്സായ് സന്ധിയിലൂടെ എന്ത് ചെയ്തു? ജർമ്മനിക്ക് തൻ്റെ കൈവശമുള്ള കോളനികളും നഷ്ടപ്പെട്ടു, അതുപോലെ അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായി വൻതുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായിട്ടൊരു വൻതുക ജർമ്മനി കൊടുക്കണമെന്ന് ഈ വേഴ്സായ് സന്ധിയിൽ പറയുകയും ചെയ്തു. ചുരുക്കത്തിൽ രണ്ടാം ലോക മഹായുദ്ധം വേഴ്സായ് ഉടമ്പടിയോടും അതിൻ്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു. അപ്പോൾ ജർമ്മനിയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വേഴ്സായ് സന്ധി എന്ന് പറയുന്നത് ജർമ്മനി എന്താണ് ഇതിൻ്റെ ശില്പികളോടും ആ ഉടമ്പടിയോടുമുള്ള ജർമ്മനിയുടെ കലാപമായിരുന്നു രണ്ടാം ലോക യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേഴ്സായ് സന്ധിയുടെ ശില്പികളെയാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. ആരൊക്കെയാണ് വേഴ്സായ് സന്ധിയുടെ ശില്പികളിൽ ഉൾപ്പെടുന്നത്? ഡേവിഡ് ലോയിഡ് ജോർജ്, ഇംഗ്ലണ്ടിലെ ഡേവിഡ് ലോയിഡ് ജോർജ്, ജോർജ് ക്ലമൻസോ, ഫ്രാൻസിൻ്റെ ജോർജ് ക്ലമൻസോ, അമേരിക്കയിലെ വുഡ്രോ വിൽസൺ,
ഇവരാണ് വെഴ്സായ് ഉടമ്പടിയുടെ ശില്പികൾ. ചിലപ്പോൾ അത് ചോദിക്കാം, ഇതിൽ ഉൾപ്പെടാത്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയെന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്, ഡേവിഡ് ലോയിഡ് ജോർജ് ഇംഗ്ലണ്ടുകാരനായിരുന്നു. ഇംഗ്ലണ്ടിലെയാണ് ഡേവിഡ് ലോയിഡ് ജോർജ്. അതുപോലെ ഫ്രാൻസിൻ്റെ ജോർജ് ക്ലമൻസോ, അമേരിക്കയിലെ വുഡ്രോ വിൽസൺ, ഇവർ 3 പേരുമാണ് എന്തിൻ്റെ ശില്പികൾ എന്ന് പറയുന്നത്, വെഴ്സായ് ഉടമ്പടിയുടെ ശില്പികൾ. അടുത്ത രണ്ടാമത്തെ കാരണം എന്താണ്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ രണ്ടാമത്തെ കാരണം സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പരാജയം. 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം രൂപം കൊണ്ടതായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ സർവ്വരാജ്യ സഖ്യം എന്തായിരുന്നു, ഒരു പരാജയമായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും പരിഹരിക്കാനോ അന്തർദേശീയ നിരായുധീകരണം നടപ്പിലാക്കാനോ ഒന്നാം ലോക യുദ്ധാനന്തരം രൂപം കൊണ്ട സർവ്വരാജ്യ സഖ്യത്തിന് സാധിച്ചില്ല. ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആക്രമണ പരമ്പരകളുമായി മുന്നോട്ട് പോയപ്പോൾ നടപടിയെടുക്കുന്നതിൽ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പരാജയമാണ് രണ്ടാം യുദ്ധത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിരായുധീകരണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലും ഒന്നും പരിഹരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, സർവ്വരാജ്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. അതുപോലെ ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആക്രമണ പരമ്പരകളുമായി മുന്നോട്ട് വന്നപ്പോൾ അതൊന്നും നിയന്ത്രിക്കാൻ ആർക്ക് സാധിച്ചില്ല, സർവ്വരാജ്യ സഖ്യത്തിന് സാധിച്ചില്ല. അടുത്ത സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. സാമ്രാജ്യത്വ കിടമത്സരം ചുവടെ കൊടുത്തിരിക്കുന്ന സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അപ്പോൾ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, അതിലെ ഒന്നാമത്തേതാണ് അച്ചുതണ്ട് ശക്തികൾ, രണ്ടാമത്തേത് സഖ്യശക്തികൾ. അപ്പോൾ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും എന്ന് പറയും. ആക്സിസ് എന്ന് പറയുമ്പോൾ അച്ചുതണ്ട് ശക്തികൾ, ഇനി അലൈഡ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ. അപ്പോൾ ഇതിൽ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്നവരാണ് ആരൊക്കെയാ, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നിവരാണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇറ്റലി ജർമ്മനി ഒറ്റ ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇറ്റലി ജർമ്മനി. അതുപോലെ ആരാണ്, ജപ്പാൻ. ഇറ്റലി ജപ്പാൻ ഇത് മൂന്നും ചേർന്നതാണ് ആക്സിസ് പവേഴ്സ് എന്ന അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ. ഇനി സഖ്യകക്ഷികളിൽ ആരൊക്കെയാണുള്ളത്, ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്, ഇവ മൂന്നും ചേർന്നതാണ് സഖ്യകക്ഷികൾ. ആരൊക്കെയാണ്, ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്, സഖ്യകക്ഷികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സിൽ വരുന്നത്. പിന്നീട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും സഖ്യശക്തികളുടെ ഭാഗമായി മാറി. അപ്പോൾ ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ് ഈ സഖ്യശക്തിയിലോട്ട് ആര് ചേർന്നു, അമേരിക്കയും സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയും ഈ സഖ്യശക്തിയിലോട്ട് ചേർന്നു. അടുത്ത് നമ്മൾ പറയുന്നത് മ്യൂണിച്ച് ഉടമ്പടിയെക്കുറിച്ച്, മ്യൂണിച്ച് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ്. ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയിലെ ഏറ്റവും വ്യവസായവൽകൃത പ്രദേശമായ സുഡറ്റൻ ലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ നമ്മുടെ ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്ത് ചെയ്തു, വ്യവസായവൽകൃത പ്രദേശമായ സുഡറ്റൻ ലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിച്ചു. ചെക്കോസ്ലോവാക്യയുടെ പ്രദേശമായിരുന്നു ഈ സുഡറ്റൻ ലാൻഡ്. ഇതിൽ ഹിറ്റ്ലർ എന്ത് ചെയ്തു, അവകാശവാദം ഉന്നയിച്ചു. ഒരു വലിയ വിഭാഗം ജർമ്മൻ ജനത അവിടെ വസിക്കുന്നു എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിന് കാരണമായിട്ട് ഹിറ്റ്ലർ പറഞ്ഞത്, ഒരു വലിയ വിഭാഗം ജർമ്മൻ ജനത എവിടെ വസിക്കുന്നുണ്ട്, ഈ സുഡറ്റൻ ലാൻഡിൽ വസിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ഹിറ്റ്ലറുടെ അവകാശവാദം എന്ന് പറയുന്നത്. ഈ വാദത്തിൻ്റെ അടിസ്ഥാനം, ഹിറ്റ്ലറുടെ ഈ വാദത്തെ പ്രതിരോധിക്കുന്നതിന് പകരം ഫ്രാൻസും ബ്രിട്ടനും 1938 ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടു നൽകി. അപ്പോൾ ജർമ്മനി ഈ ഒരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും കൂടെ ചേർന്നിട്ട് 1938 എന്ത് ചെയ്തു, ഈ സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് അങ്ങ് വിട്ടു നൽകി. ജർമ്മനി എടുത്തു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചതിൽ നിങ്ങൾ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉടമ്പടിയാണ് മ്യൂണിച്ച് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉടമ്പടിക്ക് പറയുന്ന പേരാണ് മ്യൂണിച്ച് ഉടമ്പടി. അപ്പം മ്യൂണിച്ച് ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് 1938 ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടു നൽകി. അപ്പോൾ ഈ ഒരു ഉടമ്പടിക്ക് പറയുന്ന പേരാണ് മ്യൂണിച്ച് ഉടമ്പടി. ഈ ഉടമ്പടി ചെക്കോസ്ലോവാക്യയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ചെക്കോസ്ലോവാക്യയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചെക്കോസ്ലോവാക്യയുടെ അധികാരത്തിലുള്ള ഒരു സ്ഥലം മറ്റൊരാൾക്ക് വേറെ വ്യക്തികൾ ചേർന്ന് എഴുതി കൊടുക്കുന്നു. ആ ഒരു രീതിയാണ് ഇവിടെ പിന്തുടർന്നത്. അപ്പോൾ അവരെ പിന്തുണച്ച സോവിയറ്റ് യൂണിയനെ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നുമില്ല. അപ്പോൾ ഇവരെ ആര് പിന്തുണച്ചിരുന്നു, സഖ്യകക്ഷികളിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ ആര് ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല,
ബ്രിട്ടനും ഫ്രാൻസും ഇവരെ ചർച്ചയ്ക്ക് സോവിയറ്റ് യൂണിയനെ ക്ഷണിച്ചതും ഇല്ല. അപ്പോൾ ഈ ഒരു ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത്, മ്യൂണിച്ച് ഉടമ്പടി എന്ന് പറയുന്നത്. മ്യൂണിച്ച് ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നെവിൽ ചേംബർലിൻ നമ്മുടെ കാലഘട്ടത്തിൻ്റെ സമാധാനം എന്ന ഉടമ്പടിയെ വാഴ്ത്തിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നൊരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മ്യൂണിച്ച് ഉടമ്പടിയിൽ തിരിച്ചെത്തിയത് ഇംഗ്ലണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി, മ്യൂണിച്ച് ഉടമ്പടിയിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കാം. അത് ആരാണ്? നെവിൽ ചേംബർലിൻ ആണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? നെവിൽ ചേംബർലിൻ്റെ വാക്കുകളാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ സമാധാനം എന്ന് വിശേഷിപ്പിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് ഉടമ്പടിയാണ്? മ്യൂണിച്ച് ഉടമ്പടിയാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ സമാധാനം എന്ന് ഈ ഉടമ്പടിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ നെവിൽ ചേംബർലിൻ. ആരാണ് അദ്ദേഹം എന്ന് പറഞ്ഞു നമ്മൾ? ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്നു നെവിൽ ചേംബർലിൻ. ഇനി ഇവിടെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? പ്രീണന നയം. എന്താണ് പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റഷ്യൻ വിപ്ലവാനന്തരം നിലവിൽ വന്ന സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്ത് വ്യാപിപ്പിച്ചു. ഇപ്പോൾ റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവം നടന്നു. ഈ റഷ്യൻ വിപ്ലവാനന്തരം സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്തു? ലോകത്ത് വ്യാപിപ്പിച്ചു. ഇത് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളെ ഭയപ്പെടുത്തി. തൽഫലമായി അവർ സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ടു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ ഒരു വൻ ശക്തിയായി നിലവിൽ വന്നപ്പോൾ ഇത് എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ ഭയപ്പെടുത്തി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ സോവിയറ്റ് യൂണിയനെ ഒരു ശത്രുവായി കണ്ടു. ഫാഷിസ്റ്റ് ആക്രമണത്തെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ഉപാധിയായി അവർ കരുതി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഫാഷിസ്റ്റ് ആക്രമണത്തെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ഉപാധിയായിട്ടാണ് അവർ കരുതിയത്. മ്യൂണിച്ച് ഉടമ്പടി പാശ്ചാത്യ പ്രീണനത്തിൻ്റെ സുപ്രധാന ഉദാഹരണമാണ്. അപ്പോൾ ഈ പാശ്ചാത്യ പ്രീണന നയത്തിൻ്റെ സുപ്രധാന ഉദാഹരണങ്ങളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അതാണ് മ്യൂണിച്ച് ഉടമ്പടി. ഈ പ്രീണന നയങ്ങൾ ഹിറ്റ്ലർക്ക് ആത്മവിശ്വാസം നൽകുകയും അദ്ദേഹം ആക്രമണ പരമ്പരകൾ നിർബാധം തുടരുകയും ചെയ്തു. അപ്പോൾ ഈ മ്യൂണിച്ച് ഉടമ്പടി അല്ലെങ്കിൽ ഈ പ്രീണന നയങ്ങൾ ഇത് ആർക്ക് ആത്മവിശ്വാസം നൽകി? ഹിറ്റ്ലർക്ക് ആത്മവിശ്വാസം നൽകുകയും ഇതിൻ്റെ ഫലമായിട്ട് ആക്രമണ പരമ്പരകൾ നിർബാധം തുടരുകയും ചെയ്തു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ് രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ 1939 ജർമ്മനി ആരെ ആക്രമിച്ചു? പോളണ്ടിനെ ആക്രമിച്ചു. അതോടുകൂടി എന്താരംഭിച്ചു? രണ്ടാം ലോക യുദ്ധം ആരംഭിച്ചു. ഇനി യുദ്ധത്തിൻ്റെ ഫലങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത്. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിൽ എന്ത് ചെയ്തു? ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ലോകമാകെ ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധിയും വ്യാപിച്ചു. അപ്പോൾ ലോകത്താകമാനം എന്ത് വ്യാപിച്ചു? ഭക്ഷ്യക്ഷാമം ഉണ്ടായി, അതുപോലെ പകർച്ചവ്യാധിയും ഉണ്ടായി. യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. അപ്പോൾ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? തകർന്നു. കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്വത്തിനും തിരിച്ചടിയേറ്റു. അപ്പോൾ കോളനിവൽക്കരണം, സാമ്രാജ്യത്വം ഇതൊക്കെ തിരിച്ചടിയായി ഈ ഒരു രണ്ടാം ലോക യുദ്ധം. യൂറോപ്പിൻ്റെ ആധിപത്യം അവസാനിച്ചു. അപ്പോൾ യൂറോപ്പിൻ്റെ ആധിപത്യം അവസാനിച്ച യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? രണ്ടാം ലോക യുദ്ധമാണ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടു. ഇറ്റലിയിലും ജർമ്മനിയിലും സമഗ്ര ആധിപത്യം അവസാനിച്ചു. അപ്പോൾ ഇറ്റലിയിലും ജർമ്മനിയിലും എന്തവസാനിച്ചു? സമഗ്ര ആധിപത്യം അവസാനിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടി. അപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് ഏതിലൂടെയാണ്? രണ്ടാം ലോക യുദ്ധത്തിലൂടെയാണ്. ആഗോള ശക്തികളായ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു. അപ്പോൾ ആഗോള ശക്തികളായിട്ട് ആരൊക്കെയാണ്? നമ്മുടെ സോവിയറ്റ് യൂണിയനും അതുപോലെ USA ഉയർന്നു വന്നു. അപ്പോൾ ഇതാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി രൂപം കൊണ്ട അന്തർദേശീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. 1945 ഒക്ടോബർ 24 ഇത് നിലവിൽ വന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് എന്നാണ്? 1945 ഒക്ടോബർ 24. അപ്പോൾ ഐക്യരാഷ്ട്ര ദിനം എന്നെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 24. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ലോക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് രൂപം കൊണ്ട അന്തർദേശീയ സംഘടനയാണിത്. ഇനി യുദ്ധാനന്തര ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം.
സാമ്പത്തിക താൽപ്പര്യങ്ങളായിരുന്നു യൂറോപ്യൻ ശക്തികളുടെ സാമ്രാജ്യത്വ കിടമത്സരത്തിനും 2 ലോക യുദ്ധങ്ങൾക്കും കാരണമായതായിട്ട് നമ്മൾ പറഞ്ഞു. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാനത്തോടെ പരസ്പരം പോരടിച്ചിരുന്ന യൂറോപ്യൻ ശക്തികൾ അപ്രസക്തരായി തീർന്നു. അപ്പോൾ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ അതോടുകൂടി യൂറോപ്യന്മാർ എന്ത് ചെയ്തു? അവരുടെ ശക്തി അപ്രസക്തമായി. അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും വിപരീത സാമ്പത്തിക നയങ്ങൾ പിന്തുടർന്നു. അപ്പോൾ ആരൊക്കെയാണ്? അമേരിക്കൻ ഐക്യനാടുകളും അതുപോലെ സോവിയറ്റ് യൂണിയനും എന്ത് ചെയ്തു? വിപരീത സാമ്പത്തിക നയങ്ങൾ പിന്തുടർന്നു. രണ്ടുപേരും അവരവർക്ക് അനുകൂലമായ സാമ്പത്തിക നയങ്ങളാണ് നോക്കിയത്. രണ്ടുപേരും പരസ്പരം വിപരീത നയങ്ങളാണ് നോക്കിയത്. അമേരിക്ക മുതലാളിത്ത നയവും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളുമാണ് സ്വീകരിച്ചത്. അപ്പോൾ അമേരിക്ക എന്താണ്? മുതലാളിത്ത നിയമത്തെ പരിപോഷിപ്പിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളെയാണ് സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഭയക്കുകയും സ്വന്തം ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ട് രാജ്യങ്ങളും എന്ത് ചെയ്തു? പരസ്പരം ഭയക്കുകയും അവരുടെ ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ഈ ശീതസമരം അരനൂറ്റാണ്ടോളം നീണ്ടു നിന്നു. അപ്പോൾ ഈ ഒരു സമരം അരനൂറ്റാണ്ടോളം എന്ത് ചെയ്തു? ഈ ഒരു ശീതസമരം നീണ്ടു നിന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ. അങ്ങനെ 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു. അപ്പോൾ 1991 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു? തകർന്നു തരിപ്പണമായി. അതോടുകൂടി അവസാനിച്ചു? ഈ ഒരു ശീതസമരം അവസാനിച്ചു. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. ഇതോടെ മുതലാളിത്ത ആശയങ്ങൾ പിന്തുടർന്ന അമേരിക്ക സമ്പത്ത് ആർജിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായി ചൂഷണം ചെയ്തു. അപ്പോൾ അമേരിക്ക പുതിയ മാർഗങ്ങൾ പിന്തുടർന്നു. എന്താണ്? മുതലാളിത്ത ആശയമാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അമേരിക്ക സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി. അങ്ങനെ അവ പരോക്ഷമായി ആ രാജ്യങ്ങളെ ആര് ചൂഷണം ചെയ്തു? അമേരിക്ക ചൂഷണം ചെയ്തു. ഇതിന് പറയുന്ന പേരാണ് നിയോ കൊളോണലൈസേഷൻ. അപ്പോൾ നിയോ കൊളോണിയലിസം എന്നാണ് ഈ ഒരു പേരിന് പറയുന്നത്. ഈ പുത്തൻ കൊളോണിയൽ നയം നമ്മുടെ ധനമുതലാളിത്തത്തിലൂടെയാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ധനമുതലാളിത്തത്തിലൂടെ നടപ്പിലാക്കിയ ഈ ഒരു നയത്തിന് പറയുന്ന പേരാണ് പുത്തൻ കൊളോണിയൽ നയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയോ കൊളോണിയലിസം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നിയോ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് അമേരിക്ക എന്ത് ചെയ്തു? അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക അവർക്ക് പരോക്ഷമായി അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? സാമ്പത്തിക സഹായം നൽകി. ഇത് ഒരു കോളനി വൽക്കരണമായിരുന്നു. ഈ ഒരു നയത്തിന് പറയുന്ന പേരാണ് നിയോ കൊളോണലൈസേഷൻ. ഇനി ധനമുതലാളിത്തം. എന്താണ് ധനമുതലാളിത്തം എന്ന് നോക്കാം. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ധനമുതലാളിത്തം. വ്യാവസായിക ഉൽപ്പാദനത്തെക്കാളും ജനക്ഷേമത്തെക്കാളും ഈ ഘട്ടത്തിൽ പ്രാധാന്യം സാമ്പത്തിക കൈമാറ്റങ്ങൾക്കാണ്. അപ്പോൾ ബാങ്കുകളും ഓഹരി വിപണിയും നിക്ഷേപ സ്ഥാപനങ്ങളും ഈ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഉൽപാദനമോ സാങ്കേതിക വിദ്യാ പരിഷ്കാരമോ ഇല്ലാതെ തന്നെ വളരെയധികം സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിന് ഈ സംവിധാനത്തിൽ അവസരം ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധനമുതലാളിത്തം. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഈ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കാണ് നമ്മൾ ധനമുതലാളിത്തം എന്ന് പറയുന്നത്. ഇനി സൈന്യവും യുദ്ധവും കൂടാതെ ലോകം മുഴുവനും സ്വാധീനം ചെലുത്താൻ ധനമുതലാളിത്തം വൻകിട സ്ഥാപനങ്ങൾക്ക് അവസരമൊരുക്കുന്നു. അപ്പോൾ അവിടെ സൈന്യവും യുദ്ധവും കൂടാതെ ലോകം മുഴുവൻ എന്ത് ചെയ്യാൻ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒന്നാണ് ധനമുതലാളിത്തം എന്ന് പറയുന്നത്. ഇത് വൻകിട സ്ഥാപനങ്ങൾക്ക് അവസരമൊരുക്കിയ ഒന്നാണ്. ഇത്തരം സ്ഥാപനങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ മുതൽ മുടക്ക് നടത്തി ലാഭം കൊയ്യുന്നു. അപ്പോൾ ഇത് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങളിലൊക്കെ മുതൽ മുടക്ക് നടത്തി അവർ ലാഭം കൊയ്തുകൊണ്ടിരുന്നു. ധനമുതലാളിത്തം വൻ ലാഭം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ധനമുതലാളിത്തം പ്രവർത്തിക്കുന്നത് ചുമ്മാന്നുമല്ല, വൻ ലാഭം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയാണ് ധനമുതലാളിത്തം എന്ന് പറയുന്നത്. സാധാരണക്കാരും പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ആരാണ്? സാധാരണക്കാരും പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്നവരുമാണ്. അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്ന വിഭവങ്ങൾ നഷ്ടമാവുകയും അവ ഏതാനും ചില മുതലാളിമാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വന്തമായി ഭൂമിയിൽ അവരുടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വിഭവങ്ങൾ നഷ്ടമാകുന്നു. അവ ഏതാനും ചില മുതലാളിമാരുടെ കൈവശം ആവുന്നു. അപ്പോൾ അനിയന്ത്രിതമായ വിഭവ ചൂഷണം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് രൂപപ്പെട്ട സാമ്പത്തിക ക്രമങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തുള്ള സാമ്പത്തിക ക്രമങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. പുതിയ സാങ്കേതിക വിദ്യകളും അതിനോട് ബന്ധപ്പെട്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളുമാണ് ഈ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്? പുതിയ സാമ്പത്തിക മാറ്റങ്ങൾ. ഈ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായത് എന്താണ്? സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ. ഇതൊക്കെയാണ്. 5 നൂറ്റാണ്ടുകൾ കൊണ്ട് മുതലാളിത്തം പല ഘട്ടങ്ങളിലൂടെ വികസിച്ചു. ഇത് ലോക ചരിത്രത്തെ എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നും കോടാനുകോടി ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ സ്പർശിച്ചുവെന്നും ഈ അധ്യായത്തിൽ നിന്നും വ്യക്തമാകുന്നു. ചരിത്രഗതിയെ നിർണയിക്കുന്നതിൽ സാമ്പത്തിക ഘടകങ്ങൾക്കും സംവിധാനങ്ങൾക്കുമുള്ള പങ്ക് അത് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം മുതലാളിത്ത താല്പര്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മാനവിക മൂല്യങ്ങൾക്കുണ്ടായ തകർച്ചയ്ക്ക് ഈ കാലം സാക്ഷിയാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു 5 നൂറ്റാണ്ടിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിയും. അപ്പോൾ അത് നമ്മുടെ 5-ാമത്തെ ചാപ്റ്ററാണ്. പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.